ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാട്ടുപള്ളിയിൽ പോകുന്നതാണ് കേട്ടോ. കാട്ടുപള്ളിയിൽ ഒരാഴ്ചത്തെ എന്താ പറയുക പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നത് ബസ്സിൽ കയറി നമ്മൾ ഇവിടെ എത്തി. നടക്കും പിള്ളേഴ്സെല്ലാം അന്യൻ്റെ കൂടെയാണ് പോയത്. വണ്ടിക്ക് രണ്ടാളും അവൻ്റെ കൂടെ വണ്ടിയിൽ പോയി. ഇവിടെ എവിടെയോ നിൽക്കുന്നെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ അങ്ങ് ബസ് ഇറങ്ങിയിട്ട് നടക്കുമെന്ന് കേട്ടോ. ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്കാണ്. അങ്ങനെ അവരെ കണ്ടു കിട്ടി. പിന്നെ വീണ്ടും നടത്തും, ചന്ത നോക്കിയുള്ള നടത്തും. ഇതിനങ്ങോട്ടേക്ക് ഫുൾ ചന്ത, ചന്തയോടെ ചന്ത. ചന്തയിൽ നോക്കി ഇങ്ങനെ നടന്നോളാം. ഒരുപാട് ഗ്ലാസ്സുകളിലുണ്ട് നിരത്തി വെച്ചിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെ കണ്ട് നടക്കാൻ അതിനൊരു പ്രത്യേക ഭംഗിയും ഒരു കഴിവും വേണമെന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഇങ്ങനെ കണ്ട് രസിച്ചുകൊണ്ട് പോവുക. ചട്ടി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. ഇതുവരെ ചട്ടി വാങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇക്കൊല്ലും വാങ്ങിയില്ല. അതാണ് പറയുന്നത്. പല തരത്തിലുള്ള സാധനങ്ങളുണ്ട്. പൈസ വേണമെന്നേ ഉള്ളൂ. ഏത് തരം വേണമെന്ന് വെച്ചാൽ ഇവിടെയുണ്ട്. കാട്ടിലെ പള്ളി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം, കരിമ്പും അലുമിയും. ഇത് രണ്ടുമാണ്. കാട്ടുപള്ളി പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയുക, കരിമ്പ് കൊണ്ടു തരണേ എന്നാ പറയാം. കരിമ്പും അലുമിയും അതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കരിമ്പൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ പോകുമ്പം ഇത് മൊത്തം നോക്കി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അത് പോയി വരുമ്പോഴാണ് എല്ലാം സെറ്റാക്കുക. പക്ഷെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. നമ്മളെല്ലാം കണ്ട് നേരെ കാട്ടുപള്ളി പോയി. അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് മടങ്ങി വരുമ്പം വാങ്ങിയാലേ ശരിയാവൂലൂ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് നല്ലത്. എന്താ വെച്ചാൽ അവർക്ക് പോകുമ്പോൾ സാധനങ്ങൾ വേണ്ടി വരും, വരുമ്പോൾ സാധനങ്ങൾ വേണ്ടി വരും. അതിനേക്കാൾ നല്ലത് പോകുമ്പോൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ചേർത്തിട്ട് കൊണ്ടുപോകാം. വരുമ്പോൾ വാങ്ങിക്കൊടുക്കാമല്ലോ. കാണുന്നതാണ് കേട്ടോ കാട്ടിലെ പള്ളി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും കാട്ടിലെ പള്ളിയല്ലേ, ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് കാട്ടിലെ പള്ളി. 3 പെറ്റുമ്മ പള്ളി എന്ന് പറയും. 3 പെറ്റുമ്മ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ. കാട്ടുപള്ളീൻ്റെ
ഉള്ളിൽ കയറി ഒരുപാട് അത്തറുകളും കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. അത്തറിങ്ങനെ കണ്ടാ വെച്ചിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, എന്നാലും ഉണ്ട്. പക്ഷെ ഇതൊന്നല്ല ശരിക്കും പറഞ്ഞാൽ തിരക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇപ്രാവശ്യം പോയെന്ന് അത്ര തിരക്കില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ നേർച്ച എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കുപ്പായും ഉണ്ട്, പിന്നെ ഒരു ചങ്കരം ഇത് കൊടുക്കലാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന നേർച്ച. നമ്മൾ ഈ പ്രസവിക്കുമ്പോൾ ഡെലിവറി ടൈമിലും പ്രസവിക്കാനാവുന്ന ടൈമിലും നമ്മളിങ്ങനെ നേർച്ച നേടും. ഇങ്ങനെ പെറ്റുമ്മക്ക് ഇങ്ങനെ മുണ്ടും ഈ കുട്ടിക്കുപ്പായൊക്കെ കൊടുക്കാൻ അങ്ങനെ അമ്മ നേർന്നിട്ട് അതുപോലെ നമ്മൾ പോയ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വളവാങ്ങിയ സൈഡിൽ തന്നെ അല്ല ഇവിടെ കുറച്ച് എന്താ പറയാന്ന് കിട്ടുന്നില്ല. അയ്യോ പിന്നെ നമ്മളതെല്ലാം കൊടുത്തതിന് ശേഷം ചന്തയിലേക്കെല്ലാം വന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഇവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുത്താൽ അതുകൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന ആ എറിഞ്ഞു പൊട്ടിക്കുന്ന കോപ്പ്, ചെറുതിന് അതാണ് വേണ്ടത്. ആ എറിഞ്ഞു പൊട്ടിക്കുന്ന കോപ്പ്. വലിയ വലിയ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല, വാശി പിടിക്കില്ല. നമ്മൾ നടന്ന് പോയി. പൂക്കള ഒരുപാട് എന്നാ പറയാ, ചെടികൾ എന്ന് വെച്ചാൽ ഉയരപ്പോൾ കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയുണ്ട്. എന്തൊരു ഭംഗിയാന്ന് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ എൻ്റെ അപ്പ എന്താ സ്റ്റൈല്, എന്തൊരു കളറാണെന്നറിയാം. കാണുമ്പോൾ എല്ലാം ഓരോന്ന് വാങ്ങിക്കാൻ. പക്ഷെ പൈസ കേട്ടാലോ പൂവും വേണ്ട ഒന്നും വേണ്ട എന്ന് വിചാരിക്കും. ഒരുപാട് നല്ല 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 ഭംഗിയുള്ള ചെടികളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം നോക്കി അപ്പം അനിയന് 2-3 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പൂവ്. അങ്ങനെ ഒരു 2-3 വാങ്ങിച്ചേരും. ഇതിൽ നിന്ന് ഒന്ന് വാങ്ങിച്ചിന്, ഒരു വയലറ്റ് വെള്ള 2 നിറവും ഉള്ളതാണ് കേട്ടോ, ഡാലിയ. ഒന്ന് 2 നിറമുള്ളതൊന്ന് വാങ്ങിച്ചിനു. പിന്നെ വാങ്ങിയതാണ് ഇത്, ഈ മെറൂൺ കളറും മഞ്ഞ. ഇത് 2 ഓരോന്ന് വാങ്ങിച്ചു. ഒന്നിന് 250 രൂപയാണ് കേട്ടോ. ഒരു ചട്ടിക്ക്, ഒരു ചട്ടിപ്പൂവിന് 250 രൂപയാണ്. പറഞ്ഞ് 200 തന്നു. അതുപോലെ തന്നെ ഡാലിയ ഞാൻ പറഞ്ഞിട്ടേ, ഡാലിയക്ക് 250 കിട്ടി. അതും വാങ്ങി. പിന്നെ നേരെ പോയത് ഇവിടേക്കാണ്, മലബാർ മേള. നമ്മളങ്ങനെ അതും ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അവിടെയാണ് അത്തറിൻ്റെ മെയിൻ. ഒടുക്കത്തെ സ്റ്റൈല് തന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ, ഇങ്ങനെ വെച്ചിട്ട് തന്നെ കാണാൻ ഓരോന്നിങ്ങനെ നോക്കി വീഡിയോ എടുത്ത് നടക്കുവാ ഞാൻ കേട്ടാ. നമ്മളെ പഴയകാല നൊസ്റ്റാൾജിയ എന്ന് പറയാം. മിഠായികൾ എൻ്റെ അപ്പപ്പോ എത്രയാ കാണാൻ, എത്രയാ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാം, പക്ഷെ ആ ഒരു ടേസ്റ്റ് നിൽക്കില്ല കേട്ടോ. ആ പണ്ടത്തെ ടേസ്റ്റ് നിൽക്കില്ല എന്ന് തന്നെ പറയാൻ വേണ്ടി. ഒരുപാട് പറയാ, അടിപൊളിയായിരുന്നു. ടെഡി ബിയറിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കറാ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് കോളിഫ്ലവർ. ഇതെൻ്റെ ഫേവറേറ്റ്സാണ്. അങ്ങനെ കോളിഫ്ലവറെല്ലാം മുളക് വെച്ച് ഇഷ്ടമല്ല, കോളിഫ്ലവർ വെച്ച് നമ്മൾ നേരെ പോയത് ചിരണ്ടി കഴിക്കാൻ.
സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. അങ്ങനെ രണ്ടെണ്ണേ വാങ്ങിയിട്ടില്ല. രണ്ടെണ്ണം കൊണ്ട് 4 ആൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. വിചാരിച്ച എല്ലാവർക്കും ചുമയും ജലദോഷമെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ വാങ്ങിയില്ല. നമ്മളങ്ങനെ അത് ഉണ്ടാക്കുന്ന കഴിച്ചു. അതും കഴിച്ച് നമ്മൾ നേരെ വിട്ടു കേട്ടോ. എന്നുവെച്ചാൽ സമയം ഒരുപാടായി, ഇരുട്ടായി. ഇവിടെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ഭാഗത്തേക്കേ നമ്മൾ പോയിട്ടില്ല. ഇന്ന് വണ്ടി കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം കുറേ ചട്ടി ഇതെല്ലാം മേടിച്ചു. അതിൻ്റെ അടുത്ത് പോകണ്ടേ, വണ്ടി കിട്ടണ്ടേ, ഓട്ടോ കിട്ടണ്ടേ, ബസ് കിട്ടിയാലൊന്നും ശരിയാവൂല. അങ്ങനെ നമ്മൾ പോയേട്ടാ.